ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എങ്ങനെ നമുക്ക് ക്രിസ്ത്യൻ പാരൻറ്റിങ് കത്തോലിക്ക സഭയുടെ വിശ്വാസപ്രകാരം ക്രൈസ്തവ മാതാപിതാക്കൾ എങ്ങനെ ക്രൈസ്തവമായ ക്രിസ്തീയ രീതിയിൽ മക്കളെ എങ്ങനെ വളർത്താമെന്നതിനെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, കല്യാണം കഴിക്കാത്ത ഒരു ചെമ്മാച്ചൻ മാത്രമായിരിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങളെങ്ങനെ മക്കളെ വളർത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, കുറഞ്ഞ ജീവിത കാലയളവിനുള്ളിൽ ധാരാളം മാതാപിതാക്കളുടെ കണ്ണുനീരുകളും അവരുടെ കരച്ചിലുകളും കേൾക്കുവാനിടയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പ്രത്യേകം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ അതിനുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നല്ല ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന എന്നെയും ഇത് കേൾക്കുന്ന ഓരോ കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് വയ്ക്കുവാനും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും ദൂരെ അകറ്റുവാനുമായിട്ടുള്ള കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ. പരിശുദ്ധമേ മാതാവേ, ഈ ശുശ്രൂഷയിൽ ഉടനീളം അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ. അമ്മ തിരുക്കുടുംബം നയിച്ചതുപോലെ, ഔസേപിതാവിനോടും ഉണ്ണീശോടും ചേർന്ന് അമ്മ ജീവിതം നയിച്ചതുപോലെ ഞങ്ങളുടെ തിരുക്കുടുംബങ്ങളെ അമ്മ മാറ്റിയെടുക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു വചനം ഇതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടായി വചനം പറയുന്നതാണ്, നിങ്ങൾ മക്കളിൽ കോപമുളവാക്കരുത്, അവരെ ക്രിസ്തുവിൽ നിങ്ങൾ വളർത്തിയെടുക്കണം. പല മാതാപിതാക്കളും നമ്മുടെ മക്കളാണ്, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ മക്കളെ വളർത്തും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുട്ടികൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ തീരുമാനം. സ്നേഹമുള്ള മാതാപിതാക്കളെ, ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല. ഇപ്പോൾ ദൈവം ഇത് ആരും അങ്ങോട്ട് ഇങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിക്കരുത്. ഞാൻ പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കൾ നിങ്ങളുടേതല്ല. കർത്താവ് അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അവരെ വളർത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ക്രിസ്തുവിനെ അവരിലേക്ക് എത്തിക്കുവാനുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മക്കൾ ദൈവത്തിൻ്റെതാണ്. അതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനവും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഉത്തരവാദിത്തം കർത്താവിലേക്ക് അവരെ എത്തിക്കുക എന്നത് മാത്രമാണ്. അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബന്ധം കർത്താവുമായിട്ടാണ്, ക്രിസ്തുവുമായിട്ടാണ് മക്കൾക്ക് ബന്ധം. അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കൾ. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ചിരിക്കുന്നത്, മാതാപിതാക്കളും മക്കളും അത് കഴിഞ്ഞിട്ട് മറ്റെന്തുമുള്ള രീതിയിൽ മക്കളെ നിങ്ങളുടേതായ രീതിയിലാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, മക്കളെ ക്രിസ്ത്യമായ രീതിയിൽ, ക്രൈസ്തവമായ രീതിയിൽ, ക്രിസ്ത്യൻ പാരൻറ്റിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മക്കളെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് ക്രൈസ്തവ രക്ഷകർത്തൃത്വം? എപ്രകാരമാണ് നമ്മൾ മക്കളെ വളർത്തിയെടുക്കേണ്ടത്? ഒരു സിമ്പിളായിട്ട് ഒരു കഥ പറഞ്ഞ് നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് പോകാം. ആ കഥ ഇപ്രകാരമാണ്. ഒരു ദിവസം ഒരു ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പടം വരയ്ക്കാൻ പറഞ്ഞു. കുറേ കുട്ടികൾ ധാരാളം പടങ്ങൾ വരച്ചു. അത് കഴിഞ്ഞ് PTA മീറ്റിങ്ങിൽ ഈ ടീച്ചർ ഈ പടങ്ങളൊക്കെ മാതാപിതാക്കളെ കാണിച്ചു. എന്നിട്ട് ഒരു മാതാപിതാക്കളുടെ അടുത്ത് ഒരു പടം കാണിച്ചിട്ട് പറഞ്ഞു, ഈ പടം നോക്കിയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താൻ പറഞ്ഞു. രക്ഷകർത്താക്കൾ നന്നായിട്ട് വിലയിരുത്തി. അവർ പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാക്കി. ഇന്ന് തന്നെ അവന് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ക്രയോൺസും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും, ഇവനെ നല്ലൊരു ചിത്രകാരനാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപിക ഒന്നും കൂടി പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും കൂടി അവർ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ ആ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്, ഇനി നിങ്ങൾ ഒന്നും കൂടി അതിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ നോക്കി പറഞ്ഞു, കറക്റ്റാണ്, വീട്ടിലെ പട്ടിക്കുട്ടിയുണ്ട്, മുറ്റത്ത് ചെടികളുണ്ട്, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതാരാണ്, ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് മാതാപിതാക്കൾ പറഞ്ഞത്, അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ്. അതായത് ഇവർ രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്.
ഇവർ രാവിലെ വീട് വിട്ട് ജോലിക്ക് പോകും. കൊച്ചുനാൾ മുതലേ കുട്ടീനെ കുളിപ്പിക്കുന്നതും കൊച്ചിനെ ഒരുക്കുന്നതും കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നതും ഒക്കെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ പടവും അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ടീച്ചർ ചോദിച്ചതാണ്, ഈ കുട്ടിയുടെ ഈ പടത്തിൽ മാതാപിതാക്കളായ നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്? നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്? അതുവരെ ഈ മാതാപിതാക്കൾ ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. പ്രിയ മാതാപിതാക്കളെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇത് എൻ്റെ കുട്ടികളിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന്. ഞാൻ കഴിഞ്ഞ ഒരു വെക്കേഷൻ സമയത്ത് അത്യാവശ്യം ഒരു 5-6 പള്ളികളിൽ ആദ്യകുർബാന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയി. ഈ കഥ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഈ കഥ പറഞ്ഞില്ല. നേരെ മറിച്ച് ഞാനിതൊരു പ്രാക്ടിക്കൽ എക്സാം ആക്കി. ഞാൻ ഉച്ചയ്ക്കുള്ള സമയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും ലാവിഷായിട്ട് A4 ഷീറ്റ് പേപ്പർ കൊടുത്തു. എന്നിട്ട് അവരുടെ അടുത്ത് ഞാൻ ഇതേപോലെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് വരച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ, അങ്ങനെയൊക്കെ ഹിൻഡ് കൊടുത്തു. അങ്ങനെ പറഞ്ഞിട്ടും കുട്ടികൾ ധാരാളം പിക്ചറുകൾ വരച്ചു. കുറേ പേര് ആപ്പിളിൻ്റെ ഐഫോൺ വരച്ച് വെച്ചിട്ടുണ്ട്. കുറേ പേര് ഫിലിം സ്റ്റാർസിനെ വരച്ച് വെച്ചിട്ടുണ്ട്. കുറേ പേര് എൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്ന് ചുമ്മാ ഇങ്ങനെ കോലമൊക്കെ വരച്ചിട്ട് എന്താണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. 1-2 കുട്ടികൾ, ഞാൻ ഇത്രയും പള്ളികളിൽ പോയിട്ടും വിരലിലുണ്ടാവുന്ന കുട്ടികൾ മാത്രമാണ് ഒരു ചെറിയൊരു വീടിൻ്റെ ഫോട്ടോ വരച്ച് ഒരു തലയും 2 വാലൊക്കെ വരച്ചിട്ടിട്ട് അതിലെഴുതിയേക്കുന്നു ഒരു പെൺകുട്ടി എഴുതിയേക്കുന്നതാണ് മൈ വേൾഡ്, അതായത് എൻ്റെ ലോകം എൻ്റെ വീടാണെന്നും പറഞ്ഞിട്ട് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. വേറൊരു കുട്ടി ഇങ്ങനെ ലവ് ഒക്കെ വരച്ചിട്ട് പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. 1-2 ഫോട്ടോസ് എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളുടെയും രാവിലെ ആതിർവാന കുട്ടികളുടെ ധ്യാനവും വൈകുന്നേരങ്ങളിൽ മാതാപിതാക്കൾക്കുള്ള ക്ലാസ്സുമായിരുന്നു. ഈ പേപ്പറുമായിട്ടാണ് ഞാൻ മാതാപിതാക്കളുടെ ക്ലാസ്സിലേക്ക് പോയത്. എന്നിട്ട് ഞാൻ ആദ്യം ഇവരോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കേട്ട് ചിരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞാൽ എത്ര പേര് വരയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ 5-6 പേരുകൾ കൈയൊക്കെ പൊക്കി ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. എന്നിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ഈ പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പേപ്പറുകളിൽ പ്രിയ മാതാപിതാക്കളെ നിങ്ങളില്ല. മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ വരച്ച പടത്തിൽ നിങ്ങളില്ല. അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഇല്ല. ഐഫോണുണ്ട്, ഗെയിമിൻ്റെ ഫോട്ടോസുകളുണ്ട്, സൈക്കിളിൻ്റെ ഫോട്ടോയുണ്ട്, കുറേ സിനിമാ നടന്മാരുടെ ഫോട്ടോയുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനേറെ അവർ എൻ്റെ ഫോട്ടോ വരെ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് വന്നിട്ടില്ല. സ്നേഹമുള്ള മാതാപിതാക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. മക്കൾക്ക് നിങ്ങൾ എന്തെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊടുത്തില്ല എങ്കിൽ, നിങ്ങളുടെ സമയം കൊടുത്തില്ല എങ്കിൽ, നിങ്ങൾ അവരിൽ കർത്താവിൻ്റെ അനുഭവം കൊടുത്തില്ല എങ്കിൽ മക്കളുടെ പുസ്തകത്തിൽ മാതാപിതാക്കളായ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാകുകയില്ല. അവർ വരയ്ക്കുന്ന ചിത്രത്തിൽ, അവരുടെ ജീവിതമാകുന്ന ചിത്രത്തിൽ നിങ്ങളുടെ മുഖങ്ങൾ ഉണ്ടാവുകയില്ല. ഞാൻ എന്നിട്ട് വീണ്ടും കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റുമോ? സ്കൂളിൽ പോകുന്ന മുമ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി പണിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പണിക്ക് പോണതാരാ? അപ്പനും അമ്മയും. നിങ്ങൾക്ക് വസ്ത്രം മേടിച്ച് തരുന്നതാരാ? അപ്പനും അമ്മയും. നമ്മൾ കുറേ കാലമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ 7up ഒക്കെ കുടിക്കുമല്ലോ. 7up ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ എം ടി ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞ് ഞങ്ങൾ എറിഞ്ഞു കളയും. ഞാൻ പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞ് ഈ അപ്പനും അമ്മയും ഉപകാരം ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ടാക്കും എന്ന് പറഞ്ഞു. അവർ തമാശ രൂപേണ പറഞ്ഞ, പക്ഷെ എന്നാലും അറിയാതെ പിള്ളേരുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ വീണു പോകുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ക്രിസ്തുവിനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവസ്ഥ ദയനീയമായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആരും ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കും. ഇത് ചിന്തിക്കേണ്ട സമയമാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്ന കുടുംബമാണോ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ? പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല, മാതാപിതാക്കളുടെ കണ്ണുനീര് ധാരാളം കാണുന്നുണ്ടെന്നുള്ളത്. ഒരു ഇടവകയിൽ നടന്ന സംഭവം, ഒരമ്മ, അവനെൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുട്ടികളെ ഓൾട്ടർ ബോയിൽ നിന്ന് മാറ്റും. 10ാം ക്ലാസ് വരെയാണ് ഓൾട്ടർ ബോയ് ആണുള്ള അനുവാദം പള്ളിയിലുള്ളൂ. ഈ +1 പഠിക്കുന്ന സമയത്ത് അവൻ വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ +1 ചേർന്നു. ആ +1 കഴിഞ്ഞ് +2 എത്തിയപ്പോഴത്തേക്കും അവൻ പള്ളി വരവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. മുറി, ഭക്ഷണം, സ്കൂള്, ഈ ഒരു രീതിയിലേക്ക് അവൻ്റെ ജീവിതം ഒതുങ്ങി. ഒരു മൊബൈൽ ഫോണും അവൻ്റെ കയ്യിലുണ്ട്. ഫുൾ ടൈം ഗെയിമും കാര്യങ്ങളുമാണ്. ഒരിക്കൽ അമ്മ ATM പോയിട്ട് പൈസ ഇടാൻ നോക്കിയപ്പോൾ ATM പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് ഏകദേശം 15,000 രൂപയോളം ആ ATM അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അറിഞ്ഞത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടതാണ്.
അപ്പൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നത് കൊണ്ട് ഈ അമ്മ ഈ മകൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ചെന്നു. എന്നോട് ആ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞായറാഴ്ച ദേവാലയത്തിൽ ചെന്നപ്പോൾ ആ അമ്മ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അവൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോൾ തന്നെ ആ അമ്മയ്ക്കിട്ട് അവൻ അടിക്കുകയാണ് ചെയ്തത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ +2 പഠിക്കുന്ന പയ്യൻ അവൻ്റെ സ്വന്തം അമ്മയ്ക്കിട്ട് അടിക്കുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ഇന്ന് മക്കളെ തിരുത്താനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? ഒരു ഇടവക വികാരി അച്ഛന് മക്കളെ തിരുത്താൻ സാധിക്കുമോ? ഇടവകയിൽ വേദപാഠം പഠിപ്പിക്കുന്ന മതാധ്യാപകർക്ക് സിസ്റ്റേഴ്സിന് കുട്ടികളെ തിരുത്താൻ സാധിക്കുമോ? എന്തിനേറെ പറയുന്നു, ജന്മം നൽകിയ അപ്പനും അമ്മയ്ക്കും ഇന്ന് മക്കളെ തിരുത്താൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? കൃത്യമായ രീതിയിൽ ക്രൈസ്തവ പാരൻറ്റിങ് കൊടുക്കാൻ, ക്രിസ്തീയ രക്ഷകർത്തൃത്വം നൽകുന്നതിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പരാജയമാണ് നമ്മുടെ മക്കളിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്തത്. ഇന്ന് MDMA യുഗമാണ്. എവിടെ നോക്കിയാലും മദ്യവും മയക്കുമരുന്നുമാണ്. അമ്മ ഏതാ അപ്പൻ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്ന സമയമാണ്. ഈ ആദ്യ കുർബാനയ്ക്ക് ഈ ദേവാലയത്തിൽ ഈ മക്കളെ കൊണ്ടുവന്ന് മാതാപിതാക്കളാക്കുന്നുണ്ട്, അവരുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പിന്നെ ഈ ദേവാലയത്തിന് കിട്ടുന്നത് ഇവരുടെ സ്ഥൈര്യലേപനത്തിനാണ്. സ്ഥൈര്യലേപനം കഴിഞ്ഞ് പിന്നെ ഈ കുട്ടികളെ കിട്ടുന്നത് അവരുടെ കല്യാണത്തിനാണ്. അപ്രകാരം നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നുണ്ട്. ഈ കുട്ടികളെ ആർക്കാണ് ദേവാലയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? എല്ലാവരും കുറ്റം പറയുന്നത് അച്ഛന്മാരെയും പള്ളിയെയും സിസ്റ്റേഴ്സിനുമൊക്കെയാണ്. സ്നേഹമുള്ളവരെ, ആഴ്ചയിൽ ഒരിക്കലാണ് മതബോധനം ഉള്ളത്. ഞായറാഴ്ച ഒരു 2 മണിക്കൂർ കൊണ്ട് ആർക്കും ഒരു കുട്ടീനെ നന്നാക്കാൻ പറ്റിയാൽ അവൻ കൂടുതലുള്ളത് നമ്മുടെ കുടുംബങ്ങളിലാണ്. നമ്മുടെ കുടുംബത്തെ സദ്യപ്രാർത്ഥന സമയത്ത് എത്ര കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട, തിരുത്തേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിരാവിലെ എണീപ്പിച്ച് നമ്മളിരുത്തി പഠിപ്പിക്കും. ഡോക്ടറിന് പോകാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ 8ാം ക്ലാസ് തൊട്ടേ അവരെ വേറെ കോച്ചിങ്ങിന് വിടും. PSC കോച്ചിങ് എന്ന് പറഞ്ഞ് ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ 24 hours പഠിപ്പിക്കാനാണെങ്കിലും നമ്മളിന്ന് വിടും. പക്ഷേ ദേവാലയ സംബന്ധമായ കാര്യങ്ങളിൽ ദേവാലയത്തിലെ സംഘടനകളോ ജീസസ് യൂത്തിലോ KCIMലോ ഒക്കെ പ്രവർത്തിക്കാനായിട്ട് കുട്ടികളെ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് പരിപാടികളുണ്ട്, പഠിക്കാനുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ തന്നെ, മാതാപിതാക്കൾ തന്നെ മക്കളെ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിടുവിക്കും. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ അവസാനം വന്ന് നിൽക്കുന്നത് വല്ല വൃദ്ധസദനങ്ങളിലായിരിക്കും. കാരണം മക്കൾക്ക് വേണ്ടത് അവർക്ക് കിട്ടുന്നില്ല. വചനം പ്രത്യേകം പറഞ്ഞു വയ്ക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 24-ാം വാക്യം. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാണിക്കുന്നു. ഇന്ന് ഒരു അധ്യാപിക ഒരു കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രശ്നവുമായിട്ട് പോകും. എന്തിനേറെ പറയുന്നു, വേറൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. വീട്ടിലെ മകനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മരുമോള് അമ്മായിയമ്മേനെ കൊണ്ട് മകനോട് മാപ്പ് ചോദിപ്പിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലാരിഫൈ ആയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഭർത്താവിൻ്റെ അമ്മയെ കൊണ്ട് ആ ഭാര്യ അവരുടെ മകനോട് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ആ കൊച്ചിന് ഒരു തിരുത്തൽ കൊടുത്തതാണ്. ഒരു അമ്മുമ്മയ്ക്ക്, സ്വന്തം പേരക്കിടാവിന് ഒരു അമ്മുമ്മയ്ക്ക് തിരുത്തൽ കൊടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ചില അമ്മമാർ അത് തിരുത്താൻ വേണ്ടിയിട്ട് അമ്മുമ്മേനെ കൊണ്ട് കൊച്ചുമക്കളടുത്ത് മാപ്പ് പറയിക്കുന്ന കാലഘട്ടം. തിരുത്തൽ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. എത്ര കുട്ടികൾ ഇന്ന് മാതാപിതാക്കൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കഥകൾ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാവരും നേരെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ തുറന്നു വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അവർ വാ തുറക്കും, നിങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കും. ഇത്തരത്തിലാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികൾ. അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുത്തോളും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്താകും. പിന്നെ നമ്മൾ അവർക്കൊരു അധികപ്പറ്റാകും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ദഹിക്കാതെയാകും. അങ്ങനെ പറയുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാ. 12 വയസ്സുള്ള അനിയൻ 9 വയസ്സുള്ള പെൺകുട്ടിക്ക് MDMA കൊടുക്കുന്നു. വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റി. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായ ഒരു പാരൻറ്റിങ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം നമ്മുടെ പാരൻറ്റിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഈ ഒരു സംഭവം മാതാപിതാക്കളുടെ ക്ലാസ്സിൻ്റെ സമയത്ത് പറയുമ്പോൾ പല മാതാപിതാക്കളും കണ്ണു ചുളിച്ച് ദേഷ്യത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കിത് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവർക്കെപ്പോഴും ഞങ്ങളുടേത് ബെസ്റ്റ് എന്ന് പറയുന്നതാണ് അവർക്ക് ആഗ്രഹം. സ്നേഹമുള്ള മാതാപിതാക്കളെ, എൻ്റെ കയ്യിൽ 2-3 വീഡിയോ അവരെ കാണിക്കാനുണ്ടായിരുന്നു. നല്ല മക്കളുണ്ട്. നമ്മളിങ്ങനെ റോഡ് സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. യൂണിഫോം പോലും മാറാതെ
റോഡ് സൈഡിലുള്ള ഈ തട്ടുകടകളിൽ സ്വന്തം അപ്പനെയും അമ്മേനെയും സഹായിച്ച് ഗ്ലാസ് കഴുകി ദോശ ഉണ്ടാക്കി അവരുടെ ഒപ്പം സഹായിച്ച് നിൽക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും, യൂണിഫോം പോലും മാറാതെ. അത് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളുമുണ്ട്. മക്കളെ നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് അറിയിച്ച് വളർത്താൻ പരിശ്രമിക്കണം. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് മക്കൾ വളരാൻ പരിശ്രമിക്കണം. ഒരിക്കലും ബുദ്ധിമുട്ടറിഞ്ഞ് വളരുന്ന മക്കൾ മാതാപിതാക്കളെ തള്ളിക്കളയുകയല്ല. നേരെ മറിച്ച് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്താൽ ചോദിക്കാത്ത പലതും അവർ തട്ടിക്കളയും. മക്കൾക്ക് വിലപ്പെട്ടത് ഏതാണ്, വേണ്ടത് ഏതാണ്, അത്യാവശ്യമുള്ളത് ഏതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആവശ്യമുള്ളതുണ്ട്, അത്യാവശ്യമുള്ളതുമുണ്ട്, അനാവശ്യമായതുമുണ്ട്. ഏതാണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ച് അത് കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്ത്യൻ പാരന്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും വചനം നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട് എപ്രകാരം മക്കളെ വളർത്തണമെന്നുള്ളത്. അവരെ പ്രകോപിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. പ്രകോപിപ്പിക്കാതെ എങ്ങനെയാണ് നമുക്ക് അവരെ വളർത്താൻ സാധിക്കുന്നത്? 3 കാര്യങ്ങളാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. 3 കാര്യങ്ങളാണ് മാതാപിതാക്കളായ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. 1 മാതൃക, 2 പഠിപ്പിക്കൽ, 3 അച്ചടക്കം. മാതൃകയാണ് ഏറ്റവും വലുത്. മാതൃകയാണ് ഏറ്റവും വലുത്. നിങ്ങൾ എന്ത് മക്കളോട് പറയുന്നോ അത് നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൻ ഒന്ന് പറയുകയും അപ്പൻ വേറൊന്ന് കാണിക്കുകയും ചെയ്യുമ്പോൾ മക്കൾക്ക് അത് ക്രിസ്ത്യൻ പാരൻറ്റിങ് ആകുകയല്ല, നിങ്ങളുടെ രക്ഷകർത്തൃത്വം പരാജയമായിരിക്കും. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ആ പടം വരച്ച കൂട്ടത്തിൽ ആ കുട്ടിയോട് കുറച്ച് ഒരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എഴുതിയതാണ് എൻ്റെ അപ്പൻ്റെ കുടി എന്ന് എഴുതി. എൻ്റെ അപ്പൻ്റെ കുടി എന്ന ആ പെൺകുട്ടി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, അപ്പന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മക്കൾക്ക് തിരുത്തലുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ തെറ്റ് നിങ്ങളെ മക്കളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുമ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നെ നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾ മക്കളുടെ അടുത്ത് പള്ളിയിൽ പോകാൻ പറയുവാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി കാണിക്കണം. മക്കളുടെ അടുത്ത് കുമ്പസാരിക്കാൻ പോകാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം കുമ്പസാരിച്ച് കാണിക്കണം. എത്ര വീടുകളിൽ നമുക്കൊരു ഫാമിലി ചലഞ്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മാസത്തിലൊന്ന് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദേവാലയത്തിൽ പോയി കുമ്പസാരിക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഈ മാതാപിതാക്കളുടെ ക്ലാസ് ആദിർവാന സമയങ്ങളിൽ വെക്കുന്നത് വേറൊന്നിനുമല്ല, അപ്പനെ അമ്മേനെ ഒന്ന് ഒരുമിച്ച് കുമ്പസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഞാൻ അവരെ ഇരുത്തുന്നത് ഒരപ്പൻ ഒരമ്മ, ഒരപ്പൻ ഒരമ്മ, അങ്ങനെ കസേര ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇരുത്താറ്. കാരണം ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും വന്നില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഞാൻ പിള്ളേരോട് രാവിലെ പറഞ്ഞു വിടും, നിങ്ങളുടെ അപ്പനും അമ്മയും തന്നെ വരാൻ പറയണം, അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ വേറെ ആരെങ്കിലും അമ്മ കയറിയിരിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് ഇതാണ്. ഞാനൊരു ദേവാലയത്തിൽ പോയി ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെയുള്ളൊരു കാറ്റഗിസം ടീച്ചർ വന്നിട്ട് പറഞ്ഞതാണ് 3 കുട്ടികളുടെ അപ്പനും അമ്മയും ഡിവോഴ്സായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വരണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് 3-4 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാത്തവർ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഒന്ന് ഒരുമിച്ച് വന്നിരുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മൾ എന്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നോ അത് നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ മാതൃകയാണ്. പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്കണം, കുമ്പസാരിക്കുന്നത് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരുടെ പെരുമാറുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പെരുമാറുന്നത്. 2, പഠിപ്പിക്കണം. എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്? ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കണം. കൂദാശ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ പഠിപ്പിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മതബോധന ക്ലാസ്സുകളിൽ ഒരു പ്രാവശ്യം ഈ ആദിവാസി കുട്ടികളെ പഠിപ്പിക്കാൻ പോയപ്പോൾ അവരുടെ അടുത്ത് ഒരു രക്ഷകർത്താവ് വന്ന് ടീച്ചറിനോട് പറഞ്ഞതാണ്, ഇതെന്താ എൻട്രൻസ് കോച്ചിങ് ആണോ? ഇത്രയും പരീക്ഷകൾ ഇതുണ്ടെങ്കിൽ മാത്രമേ പിള്ളേർക്ക് ആദ്യ കുർബാന കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോണിലുണ്ടല്ലോ, അല്ലെങ്കിൽ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് കുമ്പസാര ജപവും മനസ്താപ്രവണമൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് കുമ്പസാരിച്ച പോരെ, ഇതൊക്കെ മനപ്പാടമാക്കണമെന്ന് പറയാൻ ഇതെന്താ എൻട്രൻസ് കോച്ചിങ് ആണോ? ഒരു പാരൻറ്റ് ചോദിച്ച കാര്യമാണ്. നമുക്കൊരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണമെങ്കിൽ ഈ കൊച്ചിനെ വേണമെങ്കിൽ എത്രത്തോളം നമുക്ക് പഠിപ്പിക്കാനും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കത്തോലിക്ക സഭയുടെ ചില പഠനങ്ങൾ, ചില പ്രാർത്ഥനകൾ ഒന്ന് ബൈഹാർട്ടാക്കാൻ പറയുമ്പോൾ അവിടെ നമുക്ക് പാരൻസിനാണ് ബുദ്ധിമുട്ട്. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇത്ര കഷ്ടപ്പെടുത്തുന്നത്? മക്കളെ വീട്ടിൽ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. ഏറ്റവും ദയനീയം എന്ന് പറയുന്നത് ചില കുട്ടികളോട് കുരിശ് വരയ്ക്കാൻ പറയുമ്പോൾ 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾക്ക് കുരിശ് വരയ്ക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത്. വീട്ടിൽ സന്ധ്യപ്രാർത്ഥനയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവുകളാണ്. പ്രിയ മാതാപിതാക്കളെ, നമുക്ക് എവിടെയാണോ തെറ്റ് പറ്റുന്നത് അത് തിരുത്താനായിട്ട് ഈ ദിവസം നിങ്ങൾ തീരുമാനമെടുക്കണം. ഈ ദിവസം നമ്മൾ തീരുമാനമെടുക്കണം. അല്ല എങ്കിൽ
മക്കൾക്ക് സന്തോഷം കിട്ടുന്ന, സുഖം കിട്ടുന്ന മറ്റു പലതിലേക്കും അവർ പോകും. അത് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും 110 സാഹചര്യങ്ങളും സമൂഹം അവർക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. പാപത്തിൻ്റെതാവുന്ന സാഹചര്യം ഒരുക്കി വയ്ക്കുമ്പോൾ അവരുടെ ചുറ്റും ക്രിസ്ത്യമായ, ക്രൈസ്തവമായ, കത്തോലിക്ക സഭയുടെ രീതിക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു വലയം സൃഷ്ടിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. അവരെ അത് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. മൂന്നാമത് അച്ചടക്കം. ഒരു ദേവാലയത്തിൽ കുട്ടികൾ പുറത്തു നിന്ന സമയത്ത് ഒരു കൊച്ചച്ഛൻ പോയിട്ട് അവരോട് പറഞ്ഞു, പള്ളിയിൽ കയറിയിരിക്കുക, കുർബാനയ്ക്ക് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഇത് എൻ്റെ ഇടവകയല്ല എന്ന് പറഞ്ഞു. ഒരു വൈദികനോട് എടുത്തടിക്ക് ഒരു പയ്യൻ പറഞ്ഞതാണ്, 6-ലോ 7-ലോ പഠിക്കുന്ന പയ്യനാണ്, ഇത് എൻ്റെ ഇടവകയല്ല. അതായത് അച്ഛൻ എന്നോട് പറയേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ ഇടവകയല്ല. പിള്ളേർക്ക് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയാൻ പാടില്ല. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ തന്നെ മക്കളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കൊച്ചായിരിക്കുമ്പോൾ തന്നെ എടാ പോടിന്ന് അപ്പനെ അമ്മേനെയും വിളിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. പേര് വിളിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. സന്തോഷിപ്പിക്കാൻ നോക്കുന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ആ കൊച്ചിലത്തെ ആ ഒരു കുട്ടിത്തമൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. പക്ഷേ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്. നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ അവർക്ക് കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ചു കിട്ടുന്നത്. എൻ്റെ നാടിനടുത്ത് തന്നെ ഒരു അഗതി മന്ദിരമുണ്ട് അമ്മമാരുടെ. ഒരിടയ്ക്ക് അവിടെ പോകാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഒന്ന് പോയി. അവിടെ പോയപ്പോൾ എൻ്റെ ഇടവകയിലുള്ള 3-4 അമ്മച്ചിമാർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഉണ്ട്, പക്ഷേ വയ്യാണ്ട് വന്നപ്പോൾ നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്, പൈസ കൊടുത്ത് കൊണ്ടാക്കിയിരിക്കുക. മക്കളുടെ എത്ര വലിയ രോഗമാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും ആ സമയത്ത് അപ്പനും അമ്മയും കണ്ണുനീരൊഴുക്കി അവർക്ക് വേണ്ടി ഉറക്കമുളച്ചിരുന്ന ദിവസങ്ങളും മാസങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? പക്ഷേ അപ്പനും അമ്മയ്ക്കും വയ്യാണ്ട് വരുമ്പോൾ എന്തുകൊണ്ട് മക്കൾ ഇതേപോലെ കൊണ്ടാക്കുന്നു? നമ്മൾ അവർക്ക് എല്ലാം കൊടുത്തപ്പോഴും കർത്താവിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോയി. ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 15-ഉം 17-ഉം വാക്യം. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസ ഹേതുവാകും. തല്ലേണ്ട സമയത്ത് തല്ലി പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ മക്കളിൽ പ്രകോപനം ഉണ്ടാക്കാതെ അവരിൽ എപ്പോഴും നമുക്കൊരു പിടിവള്ളി ഉണ്ടാകുന്ന രീതിയിൽ, കർത്താവിനെ കൊടുക്കുന്ന രീതിയിൽ, പള്ളിയോട് ചേരുന്ന രീതിയിൽ മക്കളെ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ഒരു പരിശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഒരിക്കലും പറയുന്നില്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന്. തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് പരിശ്രമം എടുക്കാനും സാധിക്കും. നമ്മൾ പരിശ്രമിച്ചാൽ കർത്താവാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമം എടുക്കുവാനായിട്ട് പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ മക്കളെ ഒരു കൃത്യമായ രീതിയിൽ, കർത്താവിന് യോജിച്ച രീതിയിൽ, വചനത്തിന് അധിഷ്ഠിതമായ രീതിയിൽ വളർത്തുവാനായിട്ടുള്ളൊരു പരിശ്രമം ഞങ്ങൾ ഇന്ന് എടുക്കുമെന്ന് അപ്പനും അമ്മയും ഒരുമിച്ച് തീരുമാനമെടുക്കണം. നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർക്കാം. ഒരു കാര്യം പറയുമ്പോൾ ചാടിക്കയറുന്ന സ്വഭാവമുള്ള മക്കൾ, ഒരു കാര്യം പറയുമ്പോഴത്തേക്കും കയർത്ത് സംസാരിക്കുന്ന മക്കൾ, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് അവരുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കുന്ന മക്കൾ, അങ്ങനെ മക്കളുടെ മേൽ വേദനയോടെ ഇരിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. ഈ നിമിഷം നിങ്ങളുടെ മക്കളേക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നല്ല ദൈവമേ, ഞങ്ങളുടെ മകളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ വളർത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവർക്ക് മാതൃയാവുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ മോശമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റാനായിട്ടുള്ള സാത്താൻ്റെ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കുവാനായിട്ടുള്ള തീരുമാനമെടുക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ. അതിനായിട്ടുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മ തിരുക്കുടുംബം നയിച്ചതുപോലെ, ഉണ്ണീശ്വരനെ വളർത്തിയതുപോലെ ഞങ്ങളുടെ മക്കളെ വളർത്തുവാനായിട്ടുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.